ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു. സർക്കാരിന് രാജിക്കത്ത് കൈമാറി. ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രാജി. വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പ്രതിഷേധം, വിമർശനം, ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്ത്. രജനി, അങ്ങനെ തന്നെയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴി രാജിയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും ഔദ്യോഗികമായി ഇമെയിൽ മുഖേനയാണ് ഈ ഒരു രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു ഓഡിയോ സംഭാഷണം കൂടി രഞ്ജിത്ത് പുറത്തുവിടുന്നുണ്ട്. മാധ്യമങ്ങളടക്കം തന്നെ വീട്ടിലേക്ക് പ്രതികരണത്തിനായി എത്തേണ്ട എന്നുള്ള കാര്യം കൂടിയാണ് ഓഡിയോ സംഭാഷണത്തിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമ നടപടികളുമായി താൻ മുന്നോട്ട് പോവുകയാണ്. ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഔദ്യോഗികമായി ചുമതലകളിൽ നിന്നെല്ലാം മാറുന്നത്, രാജിവെക്കുന്നത് എന്നുള്ളതാണ് രഞ്ജിത്ത് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലൈംഗിക ആരോപണം അടക്കം വന്ന സാഹചര്യത്തിൽ ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറി എന്നുള്ള ബംഗാളി നടിയുടെ പരാമർശം, പ്രതികരണമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തും കടുത്ത പ്രതിരോധത്തിലായിരുന്നു. രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർബന്ധിതനായി ഇപ്പോൾ രാജിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ സജി ചെറിയാൻ അടക്കമുള്ള സാംസ്കാരിക മന്ത്രി അടക്കം പ്രതികരിച്ചപ്പോഴും അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടങ്ങളിൽ പരാതി ലഭിക്കട്ടെ, എന്നിട്ട് കേസെടുക്കാം. മറ്റൊന്ന്, പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിരുന്നത് പരാതി ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നീട് എന്തിനാണ് ഒരാളെ കുറ്റം ചെയ്യാതെ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നത്, നടപടി എടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു സജി ചെറിയാൻ നടത്തിയത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. അതിൽ പറയുന്നത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ രഞ്ജിത്ത് രാജി വെക്കുകയാണ് വേണ്ടത്, അല്ലാതെ രാജി രഞ്ജിത്തിനോട് ആവശ്യപ്പെടുകയല്ല സർക്കാർ ചെയ്യുന്നത് എന്നുള്ള പരാമർശങ്ങൾ വന്നതിന് പിന്നാലെ ഔദ്യോഗികമായി രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ സ്ഥിരീകരണം വന്നതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഒരു 10 മണിക്കകമാണ് ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ, ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് രാജി നൽകിക്കൊണ്ട് രഞ്ജിത്തും സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ്. IFFK അടക്കമുള്ള മേളകൾ ഇനി നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊക്കെ കോർഡിനേഷൻ നടത്തേണ്ട ഒരു ചെയർമാൻ സ്ഥാനത്തിരുന്ന മികച്ചൊരു സംവിധായകനാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും അദ്ദേഹത്തിന്റെ ചില പ്രവണതകൾ കൊണ്ടും പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് സർക്കാർ രാജി അംഗീകരിക്കുമോ എന്നുള്ളതാണ്. രാജി അംഗീകരിക്കാതെ സർക്കാരിന് മുൻപിൽ ഇനി പോംവഴിയില്ല. അങ്ങനെയെങ്കിൽ തന്നെ രാജി സ്വീകരിച്ചതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് രഞ്ജിത്ത് കടക്കും, ഒപ്പം രഞ്ജിത്തിനെതിരെ ഏത് നിയമ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം നിലവിൽ പരാതിയില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്കോ സർക്കാർ കടക്കാത്തത്. ബംഗാളി നടി നേരിട്ടെത്തിയോ ഇമെയിൽ മുഖേന എങ്ങാനും പരാതി നൽകുമോ? അങ്ങനെ പരാതി നൽകുകയാണെങ്കിൽ കാരണം അതിന്റെ ചെറിയ സൂചനകളൊക്കെ തന്നെ അല്പസമയത്തിന് മുമ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രഞ്ജിത്തിനോട് രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം സ്വമേധയാ ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ ഇത് ഏത് രീതിയിൽ കാണും? നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പല തവണ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം സജി ചെറിയാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി വന്നാൽ നടപടി എടുക്കുമെന്നാണ്. ഈ ഒരു സംഭവത്തിൽ ബംഗാളി നടി പരാതി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം രഞ്ജിത്ത് രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ബംഗാൾ നടി പറഞ്ഞത് താൻ ഇനി ഇതിൽ പരാതി നൽകുവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു രാജിയെ എങ്ങനെ ആയിരിക്കാം ഇനി സർക്കാർ നോക്കിക്കാണുമെന്നുള്ള കാര്യം ശാലിനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പൊതുസമൂഹവും ആലോചിക്കുന്നതും. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിലും അത് എങ്ങനെ ആയിരിക്കുമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. രജനി, അത് തന്നെയാണ്. ഒരുപക്ഷെ രജനി സൂചിപ്പിച്ചൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ സജി ചെറിയാൻ പറയുന്നത് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ രാജി ആവശ്യപ്പെടാനുള്ള എല്ലാ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. കാരണം ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ വനിതകളടക്കമുള്ളവർ ശബ്ദമുയർത്തി പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ കണ്ടിരുന്നു. ആനിരാജി അടക്കമുള്ള ഇടത് നേതാക്കൾ പരാതിയുമായി രംഗത്തെത്തുന്നു, പരസ്യ പ്രതികരണം രഞ്ജിത്തിനെതിരെ നടത്തുന്നു. ഇത്തരത്തിലൊരാൾ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. തൊട്ടു പിന്നാലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇടത് സഹയാത്രികയാണ് സതീദേവിയും പ്രതികരണവുമായി രംഗത്തെത്തുന്നു. സംസ്ഥാന സർക്കാരാണ് ഇത് നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള പരാമർശം വരുന്നു. ഇടതുമുന്നണിയോ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ ഇത് ആയുധമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് മുൻപിലേക്ക് എത്തുന്നു. ആ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കാൻ ഒരു നീക്കത്തിന്റെ ഭാഗമായി കൃത്യമായി ഒരു ചർച്ച നടന്ന് രാജി എഴുതി വാങ്ങി അല്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിലയിരുത്തപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആ ഇടത് സഹയാത്രികനായ സംവിധായകൻ രഞ്ജിത്ത് അങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് സർക്കാർ സ്വമേധയ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുമോ, അതോ ബംഗാളി നടി നിലപാടുകൾ മാറ്റി അല്ലെങ്കിൽ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി പരാതി കൊടുക്കാനായി എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് മലയാള സിനിമ ഇനി പോകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം രഞ്ജിത്തിന്റെ കയ്യിലുമുണ്ട് പല രഹസ്യങ്ങളും നിഗൂഢതകളും. അത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് വരുമോ, അതോ മറ്റേതെങ്കിലും പ്രതികരണങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം. അതിന് പിന്നാലെയാണ് പല മാധ്യമങ്ങളിലൂടെയും പല വനിതകളടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ചില യുവതാരങ്ങൾക്കെതിരെ അടക്കം ചില പരാമർശങ്ങളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം രംഗത്ത് വെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് അമ്മ സംഘടനയും മലയാള സിനിമയും പോവുകയാണ്. ആരോപണങ്ങൾ പിടിച്ചുലയ്ക്കുക തന്നെയാണ് മലയാള സിനിമ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഗത്യന്തരമില്ലാതെ രാജിവെച്ചിരിക്കുകയാണ് രഞ്ജിത്ത്. രാജിക്കത്ത് സർക്കാരിന് കൈമാറിയിട്ടും ഉണ്ട്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.